ഹലോ നമസ്കാരം. കൂർക്കയും ബീഫാണ് ഇന്നത്തെ സ്പെഷ്യൽ. കൂർക്കനെ ഒരു കവറിലിട്ടിട്ട് ഇങ്ങനെ അടിക്കണ്ടാന്ന് പൊണ്ണാട്ടി തൊലി കളയാൻ വേണ്ടിയിട്ട്. തൊലിയൊന്നും പോയില്ല. പിന്നെ കത്തിയും കൊണ്ട് എടുത്തിട്ട് പാവം ഓരോന്നെ എടുത്ത് ശരിയാക്കണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് കൊടുത്തിട്ടുള്ള നല്ല മുരിങ്ങ ഉണ്ടായിരുന്നു. മുരിങ്ങ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു വൈബ് തന്നെയാണ്. കുറച്ച് തേങ്ങയും മഞ്ഞപ്പൊടി ഉപ്പൂട്ടിന് ശേഷം നല്ല ചെറിയുള്ളിൻ്റെ അടുത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് കൊടുക്കുന്ന കുറച്ച് എണ്ണയിൽ ചെറിയുള്ളിന് തൂമിച്ചാൽ തന്നെ ആ കറിയുടെ ലെവലുണ്ട് മാറാണ്. ചെറിയുള്ളിനെയും പാടെ ആ തേങ്ങ കുറച്ച് ആ മുരിങ്ങിക്കൊണ്ട് പറഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. പിന്നെ നമ്മുടെ നല്ലൊരു ചട്ടിൻ്റെ എടുത്തതിന് ശേഷം നാട്ടിൽ നിന്ന് തന്നെ കൊടുന്ന നമ്മുടെ വെളിച്ചെണ്ണ, നാടൻ ശുദ്ധമായ തേങ്ങയിലരച്ച വെളിച്ചെണ്ണയും നമ്മുടെ ബീഫും പിന്നെ നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള കൂർക്കിനെയും പാടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാലേ, കാരണം നമ്മുടെ ഈ ചെറിയൊരു മസാലയിൽ നാടത്തെ മസാലയിൽ ഇങ്ങനെ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ബീഫും നമ്മുടെ കൂർക്കയും പാടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ കൂർക്കൊക്കെ സ്പെഷ്യൽ ടേസ്റ്റ്. നമ്മുടെ നാട്ടിലേക്ക് പ്രത്യേക വിഭവമാട്ടോ ഈ കൂർക്ക പിന്നെ ബീഫ് എന്ന് പറയുന്നത്. നല്ല ചോറും നമ്മുടെ കൂർക്കയും ബീഫും പാടുള്ള ആ ഒരു ഉപ്പേരിയും പിന്നെ നമ്മുടെ മുരിങ്ങാക്കറി പറഞ്ഞാൽ പരിപ്പും മുരിങ്ങ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളിയാഴ്ചയൊക്കെ പള്ളിക്ക് പോയിട്ട് പരിപ്പും മുരിങ്ങക്കറിയും നല്ല ബീഫ് ഫ്രൈയും ഒരു സ്പെഷ്യൽ കോമ്പാണത്. എന്താണെങ്കിലും ഇതൊക്കെ പാടെ കൂട്ടിയിട്ടെന്ന് ഞായറാഴ്ച നന്നായിട്ട് ചോറ്